എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പടക്കളം, ഡൊമിനിക്, ഗെറ്റ് സെറ്റ് ബേബി, ജിംഖാന തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലെ തോന്നിയിരിക്കേണ്ട ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് സിക്കന്ദർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സൽമാൻ ഖാൻ, രശ്മിക മന്ദാനിയാണ് സിക്കന്ദറിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ സിക്കന്ദർ സിനിമയുടെ OTT വന്നിരിക്കുകയാണ്. ഇന്ന് നെറ്റ്ഫ്ലിക്സിലാണ് സിക്കന്ദർ സിനിമ റിലീസായിരിക്കുന്നത്. എല്ലാ ഭാഷയിലും ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദേവ്ഗി സഞ്ജയ്, അർജുൻ അശോകനാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ആക്ഷൻ റൊമാൻറ്റിക്കൽ മൂവിയാണ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് അവറേജ് അഭിപ്രായമാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമ നേടിയെടുത്തത്. ഈ സിനിമ ജൂൺ മാസത്തിൽ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ജെറി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ഈ സിനിമയുടെ OTT മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. മെയ് 30-നാണ് ജെറി സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഹിറ്റ് 3 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നാനി പ്രധാന കഥാപാത്രമായ സിനിമയായിരുന്നു ഹിറ്റ് 3. നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് സിനിമയ്ക്ക് ലഭിച്ചത്. നല്ല കളക്ഷൻ സിനിമ നേടിയെടുത്തു. ഈ സിനിമയുടെ OTT ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഹിറ്റ് 3 സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഈ സിനിമ മെയ് മാസം 29-നാണ് OTT റിലീസ്. മലയാളം വെർഷനും അന്ന് തന്നെ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ റിലീസായിട്ട് 3-4 മാസങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. നല്ലൊരു കോമഡി ത്രില്ലർ സിനിമയാണ് എന്ന് സ്വന്തം പുണ്യാളൻ. ബാലു വർഗീസ്, അർജുൻ അശോകൻ, അനശ്വരിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് പുണ്യാളന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം ഫസ്റ്റ് വീക്കിലായിരിക്കും പുണ്യാള സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സ്ക്വിഡ് ഗെയിമുമായി ബന്ധപ്പെട്ടതാണ്. ഇതിന്റെ ലാസ്റ്റ് സീരീസ് ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് സ്ക്വിഡ് ഗെയിമിന്റെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. ഇതിന്റെ 3-ാം ഭാഗം ജൂൺ മാസം 23-നാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിൽ സംഭവിച്ച ഒരു കഥയെ പറ്റിയാണ് തങ്കമണി പറഞ്ഞു പോകുന്നത്. നല്ലൊരു കഥയായിട്ടും സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ദിലീപ്, നിതാപിള്ളയാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് കുറെ കാലമായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് തങ്കമണിയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ജൂൺ മാസത്തിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സംശയം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. വിനയ് ഫോർട്ട്, ഷറഫുദ്ദീൻ, ലിജോമോളാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. എവറേജ് അഭിപ്രായമാണ് സംശയം എന്ന സിനിമ തിയേറ്ററിൽ നിന്ന് നേടിയത്. മനോരമ മാക്സിൽ ജൂൺ മാസം ലാസ്റ്റ് വീക്കിലാണ് സംശയം സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് ഡൊമിനിക്കിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. തിയേറ്ററുകളിൽ സിനിമ പരാജയപ്പെട്ടുവെങ്കിലും OTTക്ക് വേണ്ടി ആരാധകർ നോക്കിയിരിക്കുകയാണ്. മമ്മൂട്ടിയാണ് സിനിമയിലെ നായകൻ. ഗോകുൽ സുരേഷും അഭിനയിച്ചിട്ടുണ്ട്. ഗൗതം വാസുദേവാണ് ഡൊമിനിക് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് ഡൊമിനിക് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം ഫസ്റ്റ് വീക്കിലാണ് ഡൊമിനിക്കിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പടക്കളം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫാന്റസി കോമഡി മൂവിയാണ്. നല്ല അഭിപ്രായമാണ് പടക്കളം സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പ്രൊമോഷൻ ഇല്ലാതെയാണ് സിനിമ വന്നത്. പക്ഷേ റിലീസായപ്പോൾ എല്ലാവരും സിനിമയെ ഏറ്റെടുത്തു. ഇപ്പോഴിതാ പടക്കളം സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് പടക്കളത്തിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സുരാജ്, ഷറഫുദ്ദീനാണ് പടക്കളത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ജൂൺ മാസം ഫസ്റ്റ് വീക്കിലാണ് പടക്കളത്തിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തുടരുമെന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തരുൺ മൂർത്തിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമ ഹിറ്റാവുകയും ചെയ്തു. 200 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് തുടരും. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ തുടരും സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. സിനിമ റിലീസായിട്ട് 28 ദിവസം കഴിഞ്ഞിട്ടാണ് OTT റിലീസ്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് തുടരും സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് മാസം 29 അല്ലെങ്കിൽ 30-നാണ് തുടരും സിനിമ ഹോട്ട്സ്റ്റാറിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഫാമിലി പ്രേക്ഷകർ ഏറ്റെടുത്ത സിനിമയാണ് ഗെറ്റ് സെറ്റ് ബേബി. ഉണ്ണിമുകുന്ദനാണ് സിനിമയിലെ നായകൻ. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. നിഖില വിമലാണ് ഗെറ്റ് സെറ്റ് ബേബിയിലെ നായിക. ഈ സിനിമയുടെ OTT മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ സർപ്രൈസ് ആയിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഈ മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും സിനിമയുടെ റിലീസ്. മെയ് മാസം 30-ന് ഗെറ്റ് സെറ്റ് ബേബി റിലീസാവും. അവസാനത്തെ അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ജിംഖാനയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. നസ്ലിനാണ് സിനിമയിൽ നായകൻ. മെയ് മാസം 25-ന് ജിംഖാന വരുന്ന റിപ്പോർട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇന്ന് സിനിമ OTT റിലീസ് ആയിട്ടില്ല. ജിംഖാന പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ഒരു ബോക്സിംഗിന്റെ കഥയാണ് ജിംഖാന പറഞ്ഞു പോകുന്നത്. റൊമാൻസും കോമഡിയും ജിംഖാനയിലുണ്ട്. ലുക്മാൻ, നസ്ലിൻ, സന്ദീപ് തുടങ്ങി ഒരുപാട് പേര് ജിംഖാനയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ അടുത്തൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ജൂൺ മാസം 5-ന് ആമസോൺ പ്രൈമിലായിരിക്കും ജിംഖാനയുടെ OTT റിലീസ്.
അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.